നാരായണ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ ശ്രീ തിരുമംഗലദേവരേ ശരണം സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ ശ്രീ ഗുരുവായൂരപ്പ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം 60-ാമത്തെ അധ്യായം കർഹിജിൽ അധ്യായം എന്ന് പറയണു. പൂന്താനം കൊട്ടിയൂർ വെച്ച് വായിച്ച ശിവനിഷ്ടമായിട്ടുള്ള രുക്മിണി കൃഷ്ണ സംവാദം. കൃഷ്ണനും രുക്മിണിയും കൂടിയിട്ട് ചപ്രപഞ്ചക്കട്ടിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു രംഗത്തെ വിസ്തരിച്ച് കാണിക്കുകയാണ്. അജനായിട്ടുള്ള ഭഗവാൻ യദുവംശത്തിൽ ജനിച്ച് അനവധി ലീലകളെ സ്വയമേവ തന്നെ ചെയ്ത് മനുഷ്യനാട്യത്തിൽ ലോകഹിതാർത്ഥം പല പരീക്ഷണങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രുക്മിണിയെ കൂടി പരീക്ഷിച്ചു എന്നാണ്. ഇപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രിയാണ്. നല്ല സുഗന്ധമുള്ള കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. രുക്മിണി ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. എന്നാലും രുക്മിണിക്ക് വീശി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് വേറെ വിഷയം. പരിചര്യ ചെയ്യണോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ സുന്ദരിയായിട്ടുള്ള തൻ്റെ ആദ്യത്തെ പത്നിയായിട്ടുള്ള ആ രുക്മിണിയെ നോക്കിയിട്ട് കൃഷ്ണൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. രാജകുമാരിയായിട്ടുള്ള ലോകപാല സമന്മാരായിട്ടുള്ള സഹോദരന്മാരുടെ അനുജത്തിയായിട്ടുള്ള, അതേപോലെ സൗന്ദര്യം വളരെ കൂടുതലുള്ള രുക്മിണിയെ സംബോധന ചെയ്തുകൊണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഈ മഹാരാജാക്കന്മാരായിട്ടുള്ള ശിശുപാലൻ തൊട്ടുള്ളവർ ഇപ്പോഴും രുക്മിണിയെ ആഗ്രഹിക്കുന്നു വിവാഹം കഴിക്കാൻ. രുക്മിണി ഈ അനുരൂപനല്ലാത്ത എന്നെ വിവാഹം കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ അന്യരെ ഭയന്ന് സമുദ്രമധ്യത്തിൽ ഒളിച്ച് താമസിക്കുന്ന ഒരാൾ, രാജാവല്ല. എൻ്റെ ജീവിതം ഒരു പ്രത്യേക രീതിയിലാണ്. എൻ്റെ എന്ന് പറയാൻ എനിക്ക് ഒന്നുമില്ല. ഞാനൊരു നല്ല ഭർത്താവല്ല സ്ത്രീകൾക്ക്. എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ആഗ്രഹമുള്ള പത്നിമാരെ ശുശ്രൂഷിക്കുകയോ വേണ്ടത് ചെയ്തു കൊടുക്കുകയോ ചെയ്ത് ശീലമില്ല. അത് തൃപ്തിപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉത്തമരും താണവരും തമ്മിലുള്ള ചേർച്ച അത് സ്വതേ അത്ര നേരെയാവില്ല. രുക്മിണിക്ക് ഇപ്പം അബദ്ധം പറ്റി എന്ന് തോന്നുന്നുണ്ടോ? ലക്ഷ്യം പഴിച്ചോ? എനിക്ക് ഒരു ഗുണമില്ല എന്നാണ് എൻ്റെ അനുയായികൾ എന്നോട് പറയാറ്. ഭിക്ഷുക്കളാണ് സ്വതേ എന്നെ ഇങ്ങനെ സ്തുതിക്കലൊക്കെ പതിവ്. ഇപ്പോഴും വൈകിട്ടില്ല. വേണമെങ്കിൽ ഒരു ഉത്തമനായിട്ടുള്ള ഒരു ശ്രേഷ്ഠ രാജാവിനെ വിവാഹം ചെയ്തോളൂ. അന്ന് രുക്മിണിയെ ഞാൻ വിവാഹം കഴിച്ചത് ശിശുപാലൻ തൊട്ടുള്ളവർ വല്ലാതെ കണ്ട് എതിർത്ത് കഴിഞ്ഞപ്പോൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ രുക്മിണിക്ക് പരിഭവം തോന്നണ്ട. പുത്രൻ, ഭാര്യ, ഭൂമി, ധനം, ഇതിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല, ഒരാസക്തിയില്ല. ഈ ഒരു മുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ചു എന്ന് കൂട്ടുക, ആ വിളക്ക് എല്ലാതിനെയും കാട്ടിത്തരും. പക്ഷേ ഈ വിളക്കിന് ഈ കാണുന്നതായിട്ടുള്ള വസ്തുക്കളിലൂടെ എന്തിനോടെങ്കിലും ചെറിയ ഒരു താല്പര്യം ഉണ്ടോ? ആ കൂട്ടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നിനോടും ഒരു താല്പര്യം ഇല്ല. അതുകൊണ്ട് ഒരു സമയം ഇപ്പോൾ ഇത്രയും കുറച്ചൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ
ഇപ്പോഴും പോവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ രുക്മിണിയെ നന്നായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. അതും എനിക്ക് ഉറപ്പുണ്ട്. വൈകിട്ടില്ല കേട്ടോ, പൊയ്ക്കോളും. ഇങ്ങനെ കൃഷ്ണൻ രുക്മിണിയോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, അതേപോലെ ഈ ആശ്വസിപ്പിക്കൽ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സ്വതേ ഉണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. ഈ വക വാക്കുകളെല്ലാം പറഞ്ഞ് ഒരു എങ്ങനെയിരിക്കണോ രുക്മിണിയുടെ മനസ്സ് എന്ന് പരീക്ഷിക്കുന്നത്. ഇതിൽ രുക്മിണിക്ക് 2 കാര്യങ്ങൾ വളരെയധികം ഉണ്ട്. ഒന്ന്, ഞാൻ ആദ്യത്തെ പത്നിയാണ്. മാത്രമല്ല എന്നോടാണ് ഭഗവാന് കൂടുതൽ സ്നേഹം. ഈ രണ്ടും ഇല്ലാണ്ടാക്കണം രുക്മിണിക്ക്. അതിനു വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ രുക്മിണിയുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, രുക്മിണിയേക്കാൾ കൂടുതൽ ഇഷ്ടം രുക്മിണിക്ക് കൃഷ്ണനെയാണ്. കൃഷ്ണനിൽ നിന്ന് ഇതുപോലത്തെ ഒരു വാക്ക് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് കാലം കുറയും. ഇവിടെ ഇപ്പോൾ മുതുമുത്തശ്ശനൊക്കെ ആയിരുന്നു കേട്ടോ, മുത്തശ്ശിയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ വാക്ക്. പക്ഷെ അവർക്ക് യൗവനം നഷ്ടപ്പെടില്ല, ഒരേപോലെ യൗവനം നിൽക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമായി. ഇങ്ങനെ ഹൃദയം പടപെട്ടാന്ന് ഇങ്ങനെ പടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ചു നേരം കരഞ്ഞു. പിന്നെ അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോഹാലസ്യപ്പെട്ട് അങ്ങോട്ട് വീണു. വള ഊരിപ്പോയി, മോതിരം ഊരിപ്പോയി, വെഞ്ചാമരം കയ്യിൽ നിന്ന് വീണു. രുക്മിണി നിലത്തേക്കാണ്ട് പതിച്ചു. എന്നാൽ വീണില്ല. വീണതിൻ്റെ മുന്നേയിട്ട് ഭഗവാൻ എഴുന്നേറ്റ് 4 കൈ കൊണ്ടും ആ രുക്മിണിയെ കോരിയെടുത്തു എന്നാ. അവിടെ വീണതിൻ്റെ മുന്നേ എടുത്തു. അപ്പോൾ ഭൂമി സ്പർശിച്ചില്ല, അതിൻ്റെ മുന്നേ എടുത്തു. അത് കഴിഞ്ഞ് മടിയിൽ അങ്ങോട്ട് കിടത്തി. ഭഗവാന്റെ മടിയിൽ ഹിരണ്യകശിപുവിനെയും കിടത്തിയിട്ടുണ്ട്, ഇപ്പം ഇതാ രുക്മിണിയും കിടത്തി. രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കിടത്തലാണ്. പക്ഷേ 2 പേർക്കും സമഭാവനായിട്ടുള്ള ഭഗവാന് ഒരേപോലെയാണ്. പ്രവൃത്തിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നഖം കൊണ്ട് മാറ് പിളരലാണെങ്കിൽ, ഇവിടെ വാക്ക് ശരങ്ങളെ കൊണ്ടാണ് ഇപ്പോൾ ഈ മനസ്സിനെ വേദനിപ്പിച്ചെടുക്കുന്നത്. മനസ്സ് പിളർന്നിറക്കണം, ഹൃദയം പിളർന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഹിരണ്യകശിപുവിന് മുക്തി കൊടുക്കുകയാണ് ഉണ്ടായതെങ്കിൽ, ഇവിടെ രുക്മിണിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അഹമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇതോട് കൂടിയിട്ട് തീർത്തു. അപ്പോൾ മുക്തി എന്തിൽ നിന്നാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. മുക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ലയം എന്ന് അങ്ങനെ കണക്കാക്കരുത്. ഇവിടെ ഒരു മുക്തിയാണ്. ഭഗവാൻ മടിയിൽ വെച്ചു, എന്നിട്ട് നല്ലോണം തലോടി ആശ്വസിപ്പിക്കുക, ആക്രാണിക്കുക, എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്തു. അതിനൊക്കെ ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങളൊക്കെ ഭാര്യ ഭർത്താവ് ഭാര്യ ആ നിലയ്ക്ക് അതൊക്കെ ചെയ്തു. കണ്ണൊക്കെ തുടച്ചു. നല്ല നല്ല വാക്കുകളൊക്കെ വീണ്ടും പറയാൻ തുടങ്ങി. സാരമില്ല കേട്ടോ രുക്മിണി, കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടായി. മനസ്സിനൊരു സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞപ്പോൾ ശ്വാസം വലി നേരെയായി. മറ്റു ശ്വാസം കിട്ടിയായിരുന്നില്ല ശരിക്ക്, അങ്ങോട്ട് മുട്ടുണ്ടായിരുന്നു. ഒരു ശ്വാസം മുട്ടാണ്, ഒരു വിങ്ങല. അത് മാറി. അപ്പോൾ രുക്മിണി കണ്ണൊക്കെ തുറച്ചു, എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ തൊട്ടാവാടിയായല്ലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിച്ചാണ്ട് കോപിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിക്കുക, ദുഃഖിക്കുക, എന്നോട് മറുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒപ്പത്തിനൊപ്പാണ് നിന്നാൽ പോരെ? ഭാര്യയും ഭർത്താവും തുല്യരല്ലേ? അപ്പോൾ അത് കേൾക്കാൻ പിന്നെ മുഖമൊക്കെ ഒന്ന് ചുകക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണേ. ഒരു തമാശ പറഞ്ഞതല്ലേ, ഇണക്കോ പിണക്കോ ഒക്കെ ദമ്പതികൾ തമ്മിൽ വേണ്ടേ? ഇങ്ങനെയൊക്കെ മധുരമായിട്ട് പല കാര്യങ്ങളും രുക്മിണിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രുക്മിണിക്ക് കുറച്ച് സന്തോഷമായി, ഉണർന്നു. അപ്പോൾ രുക്മിണി ഭയം നീങ്ങി, തന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഉറപ്പായി, പരീക്ഷിച്ചതാണെന്നുള്ള സമാധാനിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഭഗവാനോട്. ഭഗവാനെ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാ, ഭർത്താവേ എന്നല്ല വിളിച്ചത്, ഭഗവാനെ എന്നാണ് വിളിച്ചത്. അങ്ങ് സർവവ്യാപിയാണ്, ആത്മാരാമനാണ്, ബ്രഹ്മാദികൾക്കും ദേവനാണ്, മഹാദേവനും ദേവനാണ്. അങ്ങ് ബ്രഹ്മാവസ്ഥയിൽ പരിപൂർണതമനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വെറും മനുഷ്യനാണ്. എൻ്റെ അജ്ഞാനം അത്
എനിക്ക് അങ്ങയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ എന്നെ ഭജിക്കുന്നതായിട്ടുള്ള കുറച്ച് വിഡ്ഢികളുണ്ട്. അവർക്ക് എൻ്റെ കയ്യിലുള്ള ധനത്തിനെയാണ് അവർക്ക് താല്പര്യം. നമ്മൾ തമ്മിൽ തുല്യരല്ല. കാരണം ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവർ ഭഗവാനെ ഭജിച്ചു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. രുക്മിണിയുടെ അവസ്ഥ അതന്നെയാണെങ്കിലും പറഞ്ഞത് വ്യത്യാസമുണ്ട്. എന്നിൽ നിന്നും പണത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പണമില്ല എന്ന് പറയുന്നവരും പണമില്ല എന്ന് നടിക്കുന്നവരും എന്നെ ഭജിക്കണത്. അത് ഭഗവാന്റെ അടുത്ത് ചിലവാവില്ല. അങ്ങനെയുള്ളൊരു ഭഗവാനെ ഭജിച്ചിട്ട് കാര്യമില്ല. ഭഗവാൻ തിരിഞ്ഞ് പറഞ്ഞു നോക്കില്ല. പിന്നെ ഭയപ്പെട്ടിട്ട് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ താമസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് സത്യ. ത്രിഗുണം അങ്ങയെ ബാധിക്കില്ല. സത്വരജസ്തമോ ഗുണങ്ങൾ അങ്ങയെ ബാധിക്കില്ല. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ അങ്ങയെ ബാധിക്കില്ല. ഈ 8 എണ്ണത്തിൻ്റെ മീതെയാണ് ഭഗവാന്റെ സ്ഥാനം. ഭഗവാനുള്ളത് ഐശ്വര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം, വീര്യം ഇങ്ങനെയുള്ളതാണ്. പിന്നെ അണിമാതി അഷ്ടൈശ്വര്യങ്ങളാണ്. 8-14 ഭഗവാന്റെ സ്വന്തം. ഈ തന്മാത്രയും ത്രിഗുണവും ഭഗവാനെ ബാധിക്കില്ല, മായയും ബാധിക്കില്ല. അപ്പോൾ ഭഗവാൻ സമുദ്രമധ്യത്തെ താമസിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. കാരണം ഈ നെഗറ്റീവ്സ് ഒന്നും ഭഗവാനെ ബാധിക്കില്ല. അങ്ങ് ഹൃഷികേശനാണ്. ഹൃഷികേശനായിട്ടുള്ള ഭഗവാനെ ഈ ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിട്ടുള്ള ഭഗവാനെ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ ബാധിക്കുക? അപ്പോൾ ഷഡ് അരി എന്നുള്ളത് ഭഗവാനെ ബാധിക്കില്ല. ശത്രുക്കളില്ല ഭഗവാന്. പിന്നെ അങ്ങയുടെ സ്ഥാനം എല്ലാവരുടെയും ഹൃദയത്തിൽ സിംഹാസനത്തിലാണ്. അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങയുടെ ഹൃദയത്തിൽ ഇരിക്കണോ എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് കാര്യമില്ല. അത് അങ്ങ് എന്നെ പിടിച്ച് ഇരുത്തിയപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. വലിയൊരു തീക്കുണ്ടത്തിൽ ഉയർന്ന തീപ്പൊരി ആ തീക്കുണ്ടത്തിനെ ഒന്നും ബാധിക്കില്ല. എന്ന കൂട്ടത്തിൽ ഈ ഏത് ഇന്ദ്രിയമായാലും ഭഗവാനെ ബാധിക്കില്ല. അതിൻ്റെ നാഥനാണ്, ഹൃഷികേശനാണ് ഭഗവാൻ. അങ്ങ് ലോകരീതിക്ക് യാതൊന്നും ചെയ്യണില്ല. മുനിമാരായാലും ലോകരീതിക്കല്ല ജീവിക്കുക. അതുകൊണ്ടാണ് മുനിമാർ അങ്ങയെ ആശ്രയിക്കുന്നത്. അങ്ങയെ പ്രാകൃതർക്ക് അങ്ങനെ അറിയാൻ സാധിക്കില്ല. ഞാൻ കുറച്ച് പ്രാകൃതയാണ്. കാരണം മനുഷ്യ നാട്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പ്രവൃത്തിയുണ്ട്, നിവൃത്തിയുണ്ട്. ഞങ്ങളൊക്കെ പ്രവൃത്തി ചെയ്യുന്നവരാണ്. മുനിമാര് നിവൃത്തി മാർഗത്തിലാണ്. അതുകൊണ്ട് അങ്ങയെ ആശ്രയിക്കുന്നു. അങ്ങ് ശരീരമില്ലാത്തയാളാണ്. സകലനാണ് എന്ന് തോന്നിക്കണേ ഉള്ളൂ. ശുദ്ധസത്വമാണ്, സാത്വികനല്ല. പിന്നെ ഈ വിരാട്ട് മുഴുവൻ അങ്ങാണ്. അപ്പം അതിൽ പെടാത്തതായിട്ടൊന്നുമില്ല. ഞാനും അങ്ങ് തന്നെയാണ്, അങ്ങയുടെ ഒരംശം. അതിപ്പോൾ മഹാദേവനായാലും ബ്രഹ്മാവായാലും ഇന്ദ്രനായാലും അങ്ങ് തന്നെയാണ്. അപ്പോൾ അവർക്ക് അങ്ങയെ കിട്ടാനുള്ള തത്രപ്പാട് ആ കൂട്ടത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്കേ സാധിക്കുകയുള്ളൂ. അന്യമായിട്ടൊന്നുമില്ലാത്ത അങ്ങയെ കിട്ടാൻ മറ്റ് പ്രപഞ്ചത്തിലുള്ള യാതൊന്നും ബാധിക്കാത്ത രീതിയിൽ ശുദ്ധചിത്തനായാൽ മാത്രമേ ഈ ഒരു ഭജനം തന്നെ സാധിക്കുള്ളൂ. അപ്പോൾ മനഃശുദ്ധി കിട്ടുകയാണെങ്കിൽ വേറെ യാതൊന്നും വേണ്ട. ഈ ലൗകികർക്ക് സാധാരണഗതിയിൽ ഒരു സ്ത്രൈണത ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സ്ത്രീ രൂപത്തിലാണ്. അപ്പോൾ അതിൽ പെട്ടവരൊക്കെ സ്ത്രീ തന്നെയാണ്. അതിൽ വ്യത്യാസമില്ല. അവർ ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങക്ക് ആ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് അങ്ങ് നിസ്സംഗനാണ്, സാക്ഷിയാണ്. ഇത് ആഗ്രഹമില്ലാത്തതായിട്ടുള്ള സൂരികൾ, പണ്ഡിതന്മാർ, സനകാദികളെ പോലുള്ളവർ, നവയോഗികൾ, ഇവരൊക്കെ ഭിക്ഷുക്കളാണ്. നാരദൻ അങ്ങനെ ഉള്ളവർക്ക്
ഭഗവാനെ മാത്രമേ ഭിക്ഷയായിട്ട് വേണ്ടൂ. മറ്റത് രുക്മിണി പറയാതെ പറഞ്ഞു എരപ്പാളികളാണെന്ന്. അപ്പോൾ അത് തരൂ ഇത് തരൂ എന്ന് പറഞ്ഞ് എന്നെ ഭജിക്കുന്നതും ഒന്നും വേണ്ടാത്തവര് അങ്ങയെ ഭജിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഭഗവാനെ. നമ്മൾ തമ്മിൽ തുല്യരല്ല. അങ്ങയ്ക്ക് ഭയമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങയിൽ നിന്ന് വ്യത്യാസമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങയെ പേടിച്ചത് അവരാണ്, അല്ലാണ്ട് അങ്ങല്ല അവരെ പേടിച്ചിട്ട് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ പോയത്. കടലിൻ്റെ നടുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ കടൽ താണ്ടിയിട്ട് അങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഈ കടലിൻ്റെ നടുക്ക് ഇരിക്കാണ്ട് കൂട്ടിയാൽ പറ്റൂല. ഇവിടെ ഇപ്പോൾ അങ്ങയുടെ അവതാരമായിട്ടുള്ള പൃഥുവായാലും ഭരതനായാലും ഒക്കെ അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് ഭൂമി മുഴുവൻ സ്വന്തമാക്കിയിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ ആശ്രയിച്ചവരാ. അപ്പോൾ അങ്ങയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവില്ല, സച്ചിദാനന്ദം കിട്ടും ചെയ്യും. എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഈ പാദ തുളസി മണം ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ മറ്റൊരാളെ ആഗ്രഹിക്കുമോ? ഇല്ല. എന്താ കാരണം? അതിൻ്റെ ഗൗരവം അത്രയും കൂടുതലുണ്ട്. അത് അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ദേവനെ ആശ്രയിക്കേണ്ടി വരില്ല. അന്യദേവതാ ഭജനം എന്നുള്ളൊരു കുറ്റം പിന്നെ പണിക്കർക്ക് പറയേണ്ടി വരില്ല. സർവലോകാധിപതിയായിട്ടുള്ള ഭഗവാൻ പരമാത്മാവ് തന്നെ ഇവിടെ എല്ലാവർക്കും ഇഹ പര സാധിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ സകല സ്വരൂപം സ്വീകരിച്ച് വന്നിരിക്കുക. ആ ഭഗവാനെ എനിക്ക് ഇങ്ങനെയേ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഭർത്താവായിട്ട് സ്വീകരിച്ചു. എനിക്ക് വേറൊരാൾ സഹായത്തിനില്ല അങ്ങല്ലാതെ കണ്ട്. എനിക്ക് പേടി സംസാരത്തെയാണ്. അതിനെ മറികടക്കാൻ ഈ തൃപ്പാദമാകുന്ന തോണിയാണ് എൻ്റെ ഒരേ ഒരു ആശ്രയം. അത് നഷ്ടപ്പെടുത്തരുത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഭഗവാനായിട്ടുള്ള എൻ്റെ ഭർത്താവിനെ ഞാൻ നമസ്കരിക്കണം. അങ്ങ് പറഞ്ഞല്ലോ, ശിശുപാലാദികളെ വേട്ട് കഴിഞ്ഞാൽ അവരെൻ്റെ കാര്യം നോക്കുന്നത്. അവരെൻ്റെ കാര്യം നോക്കി എനിക്ക് നല്ലോണം അറിയാം. അവരെൻ്റെ അടിമകളായിട്ട്, എൻ്റെ കാൽനക്കികളായിട്ട്, കഴുതകളായിട്ട് എന്നെ അവർ സേവിക്കുകയാണോ ചെയ്യുക, എന്താ ചെയ്യുക ചോദിച്ചാൽ നിശ്ചയില്ല. അവരെ അടുപ്പിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അങ്ങയെ മനസ്സിലാക്കാത്തത് കൊണ്ട് ചിലവർ അങ്ങനത്തെ രീതിയിൽ പെട്ടുപോകും. പക്ഷേ എനിക്ക് അതില്ല. ഈ ശരീരത്തെ ഭർത്താവാക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. എനിക്ക് ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്താ ഉള്ളത്? ഈ തൊലി, താടിമീശ, രോമം, നഖം, ഇങ്ങനെ എല്ലാം കൂടിയിട്ടൊരു സൗന്ദര്യം ഉണ്ട്. അതൊരു മെഷർമെൻറ്റോട് കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഒരു അളവോട് കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സൗന്ദര്യം. അളവ്, നിറം, ഒരു വിന്യാസം. ഇപ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കാല്, നഖം, കയ്യിൻ്റെ ഒരു ഷേപ്പ്, കിരീടം തൊട്ടുള്ള ആഭരണാദികൾ, ഇതൊക്കെ കൂടിയിട്ടൊരു പ്രത്യേകമായിട്ടുള്ളൊരു കൃത്രിമത്വം. അത് ദേഹമോഹികൾക്കൊക്കെ പറ്റും ഭഗവാനെ. ഞാൻ ആ ദേഹത്തെ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് പരമാത്മാവിനെയാണ് വേണ്ടത്. നിഷ്കളനായിട്ടുള്ള ശ്രീകൃഷ്ണനെയാണ് വേണ്ടത്. സാധാരണ ഞങ്ങളെപ്പോലെയുള്ള ശരീരികൾക്കുള്ളത് ഈ അകത്തുള്ളത് മുഴുവനെ സപ്തധാതുക്കൾ. അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അത് എന്തായാലും ശരി, കൃമി, കഫം, മലം, മൂത്രം, വിയർപ്പ്, പീള, സകലതും ചോരയായാലും എന്തായാലും അതൊക്കെ മലം തന്നെയാണ്. അങ്ങയിൽ നിന്നും ബഹിർഗമിക്കുന്നത് മുഴുവൻ ശുദ്ധസത്വമാണ്. ഇങ്ങനെയുള്ള വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. അങ്ങ് മൊത്തം സുന്ദരനാണ്, ഞാൻ സൗന്ദര്യമേ ഇല്ലാത്ത ഒരാളാണ്. ആരാ പറയണത്? രുക്മിണിയാണ് പറയണം. അപ്പം അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മൂഢത കാരണം കൊണ്ടാണ്. അതിന് അങ്ങയ്ക്ക് ആവശ്യമില്ല എങ്കിലും അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത്.
സർവാത്മന ആശ്രയിച്ചതായിട്ടുള്ള ഭക്തയായിട്ടുള്ള ഞാൻ ലക്ഷ്മിയാണ് എന്നാണല്ലോ, പൂർവ്വജന്മത്തിൽ ലക്ഷ്മിയാണെന്നാണ് പറയാറ്. ലക്ഷ്മി അത് ഇവിടെ രുക്മിണി സംഭവിച്ചിട്ടില്ല. കാരണം എന്നിൽ പോലും എനിക്ക് താല്പര്യമില്ല. എന്നെ സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങയിൽ മാത്രമാണ് എനിക്ക് താല്പര്യം. എനിക്ക് ആ ലക്ഷ്മി പദവി വേണ്ട, വേറൊന്നും വേണ്ട. അങ്ങയെ എല്ലാവർക്കും വേണം. എനിക്ക് അങ്ങ് മാത്രമേ ആശ്രയമുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങ് എല്ലാ സമയത്തും ബാക്കിയുള്ളവരെയൊക്കെ നോക്കണതിൻ്റെ കൂട്ടത്തിൽ 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് എന്നെ ഒന്ന് നോക്കിയാൽ മതി. രുക്മിണി പറയുന്നത് എല്ലാവർക്കും അങ്ങയെ വേണം, എനിക്കും അങ്ങയെ വേണം. എനിക്ക് അങ്ങല്ലാതെ കൊണ്ട് വേറൊരു ആശ്രയം ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് നോക്കണം. ഈ ഒരു വിശദീകരണം അറിഞ്ഞ് ഭജിക്കുന്നതായിട്ടുള്ള ജ്ഞാനിക്ക്, ഒരു ഭക്തന് ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിക്കാൻ ഭഗവാൻ തന്നെ അനുവാദം തരും. അപ്പോൾ രുക്മിണി ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന് സന്തോഷമായി. പിന്നെ രുക്മിണിന്നോ ലക്ഷ്മിന്നോ അല്ല വിളിച്ച, ഭാഗ്യവതി എന്നാണ് വിളിച്ചത്. ഇങ്ങനെയൊക്കെ വിശദീകരണം കേൾക്കാനാണ് ഞാൻ ഒന്നിങ്ങനെ വേണ്ടാധീനം പറഞ്ഞത്. അപ്പോൾ അതിപ്പോൾ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്തോ ആ ഉദ്ദേശം സാധിച്ചു. അതുകൊണ്ട് ഈ രുക്മിണി സ്വതേ കുറച്ചൊരു ലക്ഷ്മി പ്രധാന എന്നാ പറയാം. അപ്പം അതുകൊണ്ട് പൂർണ്ണം ആണ്. പാതിവ്രത്യമുണ്ട് എന്നുവെച്ചാൽ ഇവിടെ ഭഗവാനാണല്ലോ, ഭഗവാന്റെ പത്നി ഭഗവതിയാണ്. അപ്പോൾ ഭഗവതി ആയതുകൊണ്ട് പാതിവ്രത്യമുണ്ട്. ഞാൻ എന്നുള്ള ഒരു കഠിന വാക്ക് ഞാൻ പറഞ്ഞിട്ടും എന്നെ വിട്ടില്ലല്ലോ. നമ്മൾ എന്നാ പറയേണ്ടത്, ഞാൻ എന്നാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞത് ലക്ഷ്മി കേട്ടു. എന്നിട്ടും ആ ഒരു ഭാവത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയല്ല ഉണ്ടായത്, മറിച്ച് നമ്മൾ എന്ന് തിരുത്തുകയാണ് ഉണ്ടായത്. എനിക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷമായി. ഈ ദേഹസുഖം എന്നുള്ളത് സാമാന്യം, അത് എല്ലാ ജീവികൾക്കും കിട്ടും. എൻ്റെ ഗൃഹദേവതയായിട്ടുള്ള പരദേവതയായിട്ടുള്ള ഭഗവാന്റെ പരദേവതയാണ് ലക്ഷ്മി, ഗൃഹദേവതയാണ് ലക്ഷ്മി. അപ്പം അതുകൊണ്ട് രുക്മിണി എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവണം. നിഷ്കളങ്ക ഭക്തി എനിക്ക് വളരെ ഇഷ്ടമാണ്. മറ്റ് പത്നിമാർക്ക് ഇത് ഇല്ല എന്നുള്ളതും എനിക്കറിയാം. അതേപോലെ ഈ ജ്ഞാനം മറ്റ് ബാക്കിയുള്ളവർക്കില്ല, അത് ലക്ഷ്മിക്ക് മാത്രമേ ഉള്ളൂ. രുക്മിണിയെ കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കണം, എന്നെ കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കണോ എന്നാണ് രുക്മിണി പറഞ്ഞത്. രുക്മിണിയെ കിട്ടാൻ, ലക്ഷ്മിയെ കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കണം. എന്നെ കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. അതന്നെയാണ് രുക്മിണി പറഞ്ഞത്. ലേശം ബുദ്ധി ഉണ്ട് വെച്ചാൽ എന്നെ കിട്ടണമെന്ന് പറയുമോ? ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയുകയാണ് എന്നോട് ആ ആൾക്കത് കൊടുക്കൂ, ഞാൻ അതെടുത്ത് കൊടുക്കൂ, ഇത്രയേ ഉള്ളൂ. അപ്പം എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഇതിപ്പോൾ എന്നെ മാത്രം ആഗ്രഹിക്കുക, ഭഗവാനെ ആഗ്രഹിക്കാത്തവർ, ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ആൾക്കാർ, എനിക്ക് അവരോട് സത്യം പറഞ്ഞാൽ ഒരു വിരോധം കൂടിയുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ലക്ഷ്മിയെ തന്നെ ആശ്രയിച്ചിരിക്കണമെന്നാ, ആഗ്രഹിക്കണമുണ്ടെന്നാ. ഒരു ബ്രാഹ്മണനെ ദൂതനായിട്ട് അന്ന് വിട്ടില്ലേ, വരാൻ വൈകി കഴിഞ്ഞപ്പോൾ ശരീരം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ, 100 ജന്മം കാത്തിരിക്കുമെന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഈ രുക്മിയെ വിരൂപനാക്കിയിട്ട് തലമുടിയൊക്കെ പകുതി അവിടെ ഇവിടെയൊക്കെ വടിച്ച് ഇങ്ങനെയൊക്കെ വിരൂപനാക്കിയിട്ട് വിട്ടു, അന്ന് കൊന്നില്ല. അപ്പോൾ എന്നോട് ലേശം കാണിച്ച ദേഷ്യമൊക്കെ ഉണ്ടാവാം, അതൊന്നും രുക്മിണി കാണിച്ചില്ല. ഏട്ടൻ ആ രുക്മിയെ കൊന്നു, അപ്പോഴും എന്നോടോ ഏട്ടനോടോ ഏതെങ്കിലും തരത്തിലൊരു വിഷമം കാണിക്കലുണ്ടായില്ല. ഇത് സത്യം പറഞ്ഞാൽ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഗതി അത്. ഇതിന് പ്രത്യുപകാരം ഞാൻ എങ്ങനെയാ എനിക്ക് മുഴുവൻ കടം വീട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തൊരു സ്നേഹം അത്, ഇത്ര അകമഴിഞ്ഞതായിട്ടുള്ള സ്നേഹം.
രുക്മിണിയേക്കാൾ കൂടുതൽ ഇഷ്ടം ആരോടാ? ഭഗവാനോടാ. പക്ഷെ ഭഗവാനേക്കാൾ ഇഷ്ടം രുക്മിണിയോട് അതുണ്ടായിട്ടില്ല. അതാണ് രുക്മിണി നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത് അതേപോലെ അങ്ങ് എന്നെയും കണ്ടോളൂന്ന് ഭഗവാൻ പറഞ്ഞു. ഈ നിഷ്കളങ്ക ഭക്തിയില്ലേ, അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നും ഇതേപോലെ നമുക്ക് ജീവിക്കാട്ടോ എന്ന് പറഞ്ഞ് രുക്മിണിയെ വളരെയധികം ആശ്വസിപ്പിച്ചു. ഇങ്ങനെയാണ് നീതിന്യായ ബോധത്തോടു കൂടിയിട്ട് ഭാര്യയും ഭർത്താവും ഇണങ്ങിയും പിണങ്ങിയും കഴിയണത്. നമ്മൾ ബന്ധുക്കളെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? സത്യം മാതാ പിതാ ജ്ഞാനം ധർമ്മോ ഭ്രാത ദയാ സഖി ശാന്തി പത്നി ക്ഷമാ പുത്രി ഷഡമി മമ ബാന്ധവ. ഇന്ദ്രിയങ്ങളൊക്കെ പുത്രന്മാരെ പോലെ, മനസ്സൊക്കെ പർവ്വത സമം ആണ് എന്നാണ്. ബന്ധങ്ങള് ബന്ധനമാവാതെ കണ്ട് മുക്തിക്ക് വേണ്ടിയിട്ട് ദേഹവൃത്തികൾ, ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. അപ്പോൾ മാതാവായിട്ട് സത്യത്തെ തന്നെ കണക്കാക്കണം. അറിവാണ് വേദം അല്ലെങ്കിൽ അച്ഛൻ. ജ്ഞാനം, വേദം എന്നുള്ളത് അച്ഛൻ്റെ സ്ഥാനത്താണ്, ഗുരുവിൻ്റെ സ്ഥാനത്താണ്. ധർമ്മം എന്നുള്ളത് സഹോദരൻ്റെ സ്ഥാനത്താണ്. ദയ എന്നുള്ളത് സഖി, സഖ എന്നുള്ള കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്കാണ്. ശാന്തി എന്നുള്ളത് ഭാര്യയുടെ പോലെയാണ്. ക്ഷമ എന്നുള്ളത് മകളുടെ സ്ഥാനത്താണ്. ഇങ്ങനെ ബന്ധുക്കൾ എങ്ങനെയാണ് വേണ്ടത് എന്ന് നീതിസാരത്തിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ എല്ലാ പത്നിമാരിലും ഒരേപോലെ സ്നേഹമുണ്ടെങ്കിലും രുക്മിണിയോട് ലേശാധികം സ്നേഹം. കാരണം ഇതാണ്, അനന്യ ശരണാഗതി. ബാക്കിയുള്ളവർക്കൊക്കെ അനന്യ ശരണാഗതി ഉണ്ട്, പക്ഷെ ഈ ജ്ഞാനം ഇല്ല, തുല്യത ഇല്ല. ലക്ഷ്മി പ്രധാനയാണ്, ഭഗവാൻ ബ്രഹ്മമാണ്. അതുകൊണ്ട് അവരാണ് ചേരേണ്ടത്, അവരാണ് ചേർന്നതും. പക്ഷേ ഭഗവാൻ വ്യത്യാസമൊന്നും കാണിച്ചില്ല. ലൗകിക രീതിയിൽ ഈ 16,108 പത്നിമാരിലും 10 പുത്രന്മാരും ഓരോ പുത്രിയെയും കൊടുത്തു. എല്ലാ ഗൃഹങ്ങളിലും നിത്യ സാന്നിധ്യം ചെയ്തു. രുക്മിണി മാത്രമല്ല, കൃഷ്ണന് എല്ലാവരോടും ഇഷ്ടമാണ് എന്ന് എല്ലാവർക്കും തോന്നിക്കുകയും ചെയ്തു ഭഗവാൻ. അതാണ് കൃഷ്ണമഹിമ, പരമാത്മാവാണേ. ഭഗവാന്റെ ഈ പ്രവൃത്തികളെ മുഴുവൻ എല്ലാ പത്നിമാരും ഒരേപോലെ സ്വീകരിച്ചു. ഭഗവാനെ സ്വന്തം എന്ന് കണക്കാക്കിയിട്ട് പലരും ഭഗവാനെ ഈ ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യം കൊണ്ടും ശീലം കൊണ്ടും നല്ല 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 ശീലങ്ങളെ കൊണ്ടും തൻ്റേതാണ് എന്നുള്ളത് താൻ മുഖാന്തരം ഇതാ ഇങ്ങനെ ഭഗവാൻ എന്നിൽ നിന്നും ഇത് സ്വീകരിച്ചിരിക്കുന്നു, ഒരു ഭ്രമിപ്പിക്കലുണ്ട്. അത് ഒരു ഉണർത്തലാണ്, വിജൃംഭണം. അത് സാധിച്ചില്ല എന്നാ. ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചു, നടന്നിട്ടില്ല. ഭഗവാൻ സാക്ഷിയായിട്ട് മാറി നിൽക്കേണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും ഈ 100 കണക്കിന് ദാസിമാരുണ്ട്. പക്ഷെ ആ ദാസിമാരൊക്കെ വെറുതെ നിൽക്കുക. സകലവിധ പരിചര്യകളും ചെയ്യുന്നത് ഈ പത്നിമാരാ. അതിന് പാഞ്ചാലിയോട് പറയുന്നുണ്ട്, എനിക്ക് അടുക്കള അടിച്ചു വരാനും അതേപോലെ പാദം കഴുകി കൊടുക്കാനും തുണി അലക്കാനും മിറ്റടിക്കാനും വെള്ളം കോരാനും വിറക് കയറാനും ഉള്ള അനുവാദം തന്നാൽ മതി എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. ഈ 8 പത്നിമാരാണ് പറയണത്, രുക്മിണി ഉൾപ്പെടെ. അപ്പോൾ പത്നിമാര് ഈ ദാസ്യവൃത്തി മുഴുവൻ ചെയ്തു എന്നാണ് കൃഷ്ണപരിചര്യ. പത്നി ഭർത്താവിന് തുല്യമല്ല, താഴെയാണ്. ആ താഴെയാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് വേണം പരിചര്യ ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഭർത്താവ് ഭാര്യയെ തുല്യയായിട്ട് കണക്കാക്കുള്ളൂ. രുക്മിണി അത് ചെയ്തു. അതുകൊണ്ടാണ് എന്നേക്കാൾ മീതെയാണ് പത്നി എന്ന് കൃഷ്ണൻ പറയാനുള്ള കാരണം. ഓരോരുത്തർക്കും ഉള്ള പുത്രന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞു. രുക്മിണിക്ക് പ്രദ്യുമ്നൻ തൊട്ടുള്ള 10 പുത്രന്മാർ, സത്യഭാമയ്ക്ക് ഭാനു തൊട്ടുള്ള പുത്രന്മാർ, ജാമ്പവതിക്ക് സാമ്പൻ തൊട്ടുള്ള പുത്രന്മാർ, സത്യയ്ക്ക് വീരൻ തൊട്ടുള്ള പുത്രന്മാർ, കാളിന്തിക്ക് ശ്രുതൻ എന്ന് തൊട്ടുള്ള 10 പുത്രന്മാർ,
ലക്ഷ്മണയ്ക്ക് പ്രഘോഷം തൊട്ടുള്ള 10 പുത്രന്മാർ, മിത്രവിന്ദയ്ക്ക് വൃഗൻ തൊട്ടുള്ള 10 പുത്രന്മാർ, ഭദ്രയ്ക്ക് സംഗ്രാമജിത്ത് എന്ന് തൊട്ടുള്ള 10 പുത്രന്മാർ, ബലരാമന് രേവതിയിലെ ദീപ്തിമാൻ തൊട്ടുള്ള പുത്രന്മാർ. പിന്നെ പ്രദ്യുമ്നൻ രുക്മിയുടെ മൂത്ത പുത്രിയായിട്ടുള്ള രുക്മാവതി. രുക്മി ശത്രുഭാവത്തിലാണെങ്കിലും രുക്മിയുടെ മൂത്ത പുത്രി രുക്മാവതി കൃഷ്ണന്റെ മകനായിട്ടുള്ള പ്രദ്യുമ്നനാണ് വിവാഹം കഴിച്ചത്. അളിയൻ മറ്റേ മുറച്ചെറുക്കൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വേളി കഴിച്ചു. രുക്മി പക്ഷക്കാര് ആ സമയത്ത് എന്തോ ചില കാര്യങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യുകയൊക്കെ ഉണ്ടായി. പ്രദ്യുമ്നൻ ഒറ്റയ്ക്ക് അവരെയൊക്കെ തോൽപ്പിച്ച് അതേപോലെ സുഖമായിട്ടാണ് രണ്ടുപേരും താമസിച്ചത്, ജീവിച്ചത്. പ്രദ്യുമ്നന് രുക്മവതിയിൽ അനിരുദ്ധൻ തൊട്ടുള്ള പുത്രന്മാരുണ്ടായി. അനിരുദ്ധന് ബാണന്റെ മകളായിട്ടുള്ള ഉഷയിൽ വജ്രൻ തൊട്ടുള്ള മക്കളുണ്ടായി. ആ വജ്രനിലൂടെയാണ് പിന്നീട് ഈ വംശം നിലനിന്നത്. അനിരുദ്ധന് രുക്മിയുടെ മകൻ്റെ മകള് രോചന വധുവായി. അപ്പോൾ ആ കുടുംബം വിദർഭ രാജ്യവും ഈ ദ്വാരകയും തമ്മിലുള്ള ബന്ധം എന്നും നിലനിന്നുകൊണ്ടാണ്. അനിരുദ്ധൻ്റെ ഭാര്യ ഈ രുക്മിയുടെ മകൻ്റെ മകളായിട്ടുള്ള രോചനയാണ്. ആ വിവാഹം നടന്നത് ഭോജഘട്ടത്തിൽ വെച്ചിട്ടാണ്. കാരണം രുക്മിക്ക് അങ്ങോട്ട് പോകാൻ നിർത്തിയില്ല. സത്യമുണ്ട്, രുക്മിണിയെ കിട്ടിയല്ലാണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കില്ല, കൊണ്ടിനപുരത്തിലേക്ക് പോയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഭോജഘട്ടത്തിലാണ് താമസം. അവിടെ വെച്ചിട്ടാണ് ആ വിവാഹം. അപ്പോൾ ആ സമയത്ത് ശ്രീകൃഷ്ണൻ, ബലരാമൻ തൊട്ടുള്ള എല്ലാവരും അവിടെ ഉള്ള സമയത്ത് ദുര്യോധനാദികൾ, ശിശുപാലാദികളൊക്കെ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ കൃഷ്ണവിരോധികളൊക്കെ കൂടിയിട്ട് രുക്മിക്ക് ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു. ബലരാമന് ചൂതുകളി അറിയില്ല, ഇഷ്ടമാണ് ഇനി, ഇത് നല്ലൊരു സന്ദർഭമാണ്, പന്തയം വെച്ചിട്ട് കളിച്ചോളൂ, ജയിക്കും, അപ്പോൾ നമുക്ക് പലതും നേടാൻ സാധിക്കും. രുക്മിക്ക് ആഗ്രഹമുണ്ടല്ലോ രുക്മിണിയെ നേടണമെന്ന്. അപ്പോൾ രുക്മിണിയെ നേടിക്കഴിഞ്ഞാൽ കൊണ്ടിനത്തേക്ക് പോവാം, അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇങ്ങനെ പ്രേരിപ്പിച്ചു. അപ്പോൾ രുക്മി രാമനെ വിളിച്ച് വെല്ലുവിളിക്കുകയൊക്കെ ഉണ്ടായത്. ചൂത് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ, ചൂതുകളി അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം എന്നുള്ള ജാതിയിലൊക്കെയാണ്. അപ്പോൾ രാമൻ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് കളിക്കുകയാണ്. അനിയനോട് ചോദിച്ചു കേട്ടില്ലേ ഇനി. അപ്പോൾ രാമൻ ആദ്യം കളിച്ചു, തോറ്റു, വീണ്ടും കളിച്ചു, തോറ്റു, ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ പരിഹാസവും ചെറിയും ഒക്കെ ഇങ്ങനെ രാമൻ ഇങ്ങനെ സഹിക്കണില്ല കേട്ടോ. അങ്ങനെ ഒരു കളിയിൽ രാമൻ ജയിച്ചു. അപ്പോൾ രുക്മി പറഞ്ഞു, രാമനല്ല ജയിച്ചത്, രാമന് കളി അറിയില്ല, ജയിച്ചത് ഞാനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അത് രാമന് ഒട്ടും ഇഷ്ടമായില്ല. ശുണ്ഠി വന്നു. പക്ഷെ ആ സമയത്ത് ശുണ്ഠി പ്രകടിപ്പിച്ചില്ല, അല്ലെങ്കിൽ സ്വതം ഒലക്കെടുക്കും, കലപ്പി ഒലക്കൊക്കെ എടുത്തിട്ട് പെരുമാറും, അതൊന്നും ഉണ്ടായില്ല, അടക്കി. അപ്പോൾ രാമൻ കണക്കാക്കിയതെന്താ വെച്ചാൽ അനവധി പണം, കുറച്ചല്ല കുറച്ചധികം, മൂല്യം നിശ്ചയിക്കാൻ പറ്റില്ല, അത്രയും കൂടുതല, ഒന്നിച്ചങ്ങോട്ട് പണയം വെച്ചിട്ട് കളിച്ചു. അതിലും രാമൻ ജയിച്ചു. അപ്പോഴും രുക്മി പറഞ്ഞു ഞാനാണ് ജയിച്ചതെന്ന്, തർക്കായി. അപ്പോൾ ഉറക്കെ ഒരശരീരി കേട്ടു, ബലരാമനാണ് ജയിച്ചത്. അതോട് കൂടിയിട്ട് രുക്മിക്ക് അടവ് മാറ്റേണ്ടി വന്നു. ചൂതുകളി, യുദ്ധം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷത്രിയർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ പശുക്കളെ നോക്കി നടക്കണ നിങ്ങളെ പോലുള്ളവർക്ക് ഒന്നും അറിയില്ല. പലരും കളിയാക്കി ചിരിച്ചു. കലിങ്കൻ ഇങ്ങനെ പൊട്ടി ചിരിച്ചു അത്ര, പല്ലിങ്ങനെ പുറത്ത് കാട്ടിയിട്ടേ. അതേപോലെ എല്ലാവരും കളിയാക്കി ചിരിച്ചു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞു ചോദിച്ചാൽ മുഴുവൻ നിശ്ചയില്ല, മുഴുവൻ വിസ്തരിച്ചിട്ടില്ല. അപ്പോൾ രാമൻ ഒലക്കെടുത്തു. രുക്മിണിയുടെ തലയ്ക്ക് ഒരൊറ്റടി, തലമണ്ട പൊളിഞ്ഞു. അപ്പോൾ സിദ്ധി കൂടിയെന്നർത്ഥം. കലികൻ്റെ പല്ല് അടിച്ചു പൊടിച്ചു. ഇനി ഇങ്ങനെ ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ പല്ലില്ല. അങ്ങനെ അപ്പോൾ രാമനെ കളിയാക്കിയവർക്ക് ഏതൊക്കെ ശിക്ഷയാണോ കൊടുക്കേണ്ടത് അത് മുഴുവൻ വേണ്ട രീതിയിൽ കൊടുത്തു. ആരും വധിച്ചില്ല. രുക്മിയെ മാത്രമേ വധിച്ചുള്ളൂ, ബാക്കി ആരും വധിച്ചില്ല. അതോട് കൂടിയിട്ട് കോലാഹലായി. ഇങ്ങനെ ഈ സംഭവം ബാക്കി എല്ലാവരും പറഞ്ഞു, കൃഷ്ണനും അറിഞ്ഞു. പക്ഷേ രുക്മിയെ കൊന്നു ഏട്ടൻ എന്നുള്ളത് കൃഷ്ണൻ അറിഞ്ഞ ഭാവം നടിച്ചില്ല. നല്ല പ്രതികരിക്കണ്ടു. രുക്മിയെ ഏട്ടൻ വധിച്ചു അത്രേ,
എന്ന് കൃഷ്ണൻ മറ്റൊരാളോട് പറയേ ഞാനത് അറിഞ്ഞു എന്ന് നടിക്കുക പോലും ഉണ്ടായില്ല എന്നാ. നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുക്മിണിക്ക് കോപാവും, നന്നായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് കോപാവും. രണ്ടായാലും കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് മൗനം വിദ്വാന് ഭൂഷണം. അങ്ങനെ ഒന്നും അറിയാത്ത മട്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് രുക്മിണിയെ കൊണ്ട് പോവുകയും ചെയ്തു. ബാക്കി എല്ലാവരും അതേപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ വധൂവരന്മാർ യാത്രയായി. ഇങ്ങനെ കൃഷ്ണൻ്റെ പേരക്കുട്ടികളുടെ വിവാഹം വരെ പറയുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഈ ഉഷാനിരുദ്ധം, അതൊരു വലിയ കഥയാണല്ലോ. കൃഷ്ണനും മഹാദേവനും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശിവഭക്തനായിട്ടുള്ള ബാണാസുരനെ അഹങ്കാരമൊക്കെ തീർത്ത് ഭഗവാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ കഥയൊന്ന് കേൾക്കണം എന്ന് പറയാണ്. ഇപ്പോൾ 2 അധ്യായങ്ങളെ കൊണ്ട് ഉഷാനിരുദ്ധം പറയാണ്. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.